ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാരി റാപ്പിംഗ് ആണ്. ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒട്ടും സാരി എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ചെറിയ കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒട്ടും സാരി എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാരി വയറ് കാണാതെ കൊടുക്കുന്ന രീതിയിലുള്ള ടിപ്സ് പറഞ്ഞു തരും, പ്ലീറ്റ്സ് എങ്ങനെയൊക്കെ പിടിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, എങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള പാവാട യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഒരു തൊട്ട് മുന്നൊരു വീഡിയോ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു സാരി ട്രാക്കിങ്ങിന്. അപ്പോൾ അതിനകത്ത് ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 പാവാട ഇട്ടിട്ട് സാരി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു പാവാട ഇട്ടിട്ട് സാരി എടുത്ത് കാണിച്ചത്, പക്ഷെ നമ്മൾ 2 പാവാട ഇട്ട് സാരി എടുക്കുകയാണെങ്കിൽ പറഞ്ഞു നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ 2 പാവാട നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ തന്നെ എടുക്കണമെന്നില്ലല്ലോ. എനിക്ക് ഓൾറെഡി ഒരുപാട് വണ്ണം വെക്കുന്ന രീതിയിലുള്ള ഈ പാവാട ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു പാവാട ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അത് സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 3 ലെയറിൻ്റെ പാവാടയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ നോർമൽ പാവാട ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ പീസ് താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഫ്രില്ല് വരുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ പാവാടയാണ് വരുന്നത്. അതാണ് എടുത്തത്. പിന്നെ ഇനിയിപ്പോൾ നല്ലോണം വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്തോട്ടൊക്കെ കുറച്ച് കാലങ്ങളായി വരാൻ തുടങ്ങി ഫിഷ് കട്ട് പോലത്തെ ഒരു മോഡൽ പാവാട വരുന്നുണ്ട്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. നോർമൽ പാവാടയേക്കാളൊക്കെ റേറ്റ് കൂടുതലാണ്. നല്ല വണ്ണമുള്ളവർക്ക് ആ ഒരു പാവാട യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്തിരി വണ്ണം കുറഞ്ഞതായി തോന്നിയിരിക്കും. പിന്നെ എൻ്റെ കസ്റ്റമർ ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 പാവാട ഇടാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂന്നെണ്ണങ്ങളൊക്കെ ചോദിച്ചൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാവാടയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് കൂടുതലും വണ്ണം തോന്നിപ്പിക്കും കേട്ടോ. അതങ്ങനെ വേണമെന്നുള്ളവർക്ക് വണ്ണം ഒട്ടും വണ്ണം കുറവുള്ളവർക്ക് അല്ലെങ്കിൽ 2 പാവാട യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പാവാട ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ പാവാടയുടെ വള്ളി എവിടെ വരികയാണ്, സാരി നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ പാവാടയുടെ വള്ളി വരേണ്ടത് റൈറ്റ് സൈഡിലോട്ട് വരുന്ന രീതിയിലാണ് പാവാട യൂസ് ചെയ്യാൻ കേട്ടോ. അതായത് പാവാടയ്ക്ക് കൂടെ ഒരു സ്ലിറ്റ് വരുമല്ലോ, ആ സ്ലിറ്റ് ചിലപ്പോൾ ചില പാവാടയ്ക്ക് സ്ലിപ്പാവും വരിക. അപ്പോൾ അതിന് റൈറ്റ് സൈഡിലോട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാരി ഇതാണ് കേട്ടോ. സാരി എടുത്ത് ചെയ്യുന്നത് ഇതുപോലെയാണ് മുന്താണി വരുന്നത്. രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്ക് സാരി സ്റ്റാർട്ട് ചെയ്യാം. ഇത് പല്ലുവാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾ സൈഡ് ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ രീതിക്ക് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സാരി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രീതിക്ക് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഐഡിയ പറഞ്ഞാൽ പിന്നെ ഏത് ഭാഗം എടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് അടിക്കാണ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫ്രണ്ടിൽ ഭാഗം നമുക്ക് വരുന്നത് എന്നിട്ടാണ് നമ്മുടെ മുന്താണി വരുന്നത്. അപ്പോൾ ഉൾ സൈഡിൽ വരുന്നത് ഈ ഒരു ഭാഗമാണ്, രണ്ടാമത്തില്ല തൊട്ട് താഴത്തെ കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും. ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അതിങ്ങനെ സാരി ഇങ്ങനെ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സാരി ഉടുക്കുമ്പോൾ പുറത്തേക്ക് ഏത് ചെരുപ്പാണ് ഹീൽ ഇടുന്നവരാണെങ്കിൽ ഹീലുള്ള ചെരുപ്പ് ആദ്യമേ ഇട്ട ശേഷം സാരി ഉടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ലെയറൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെരുപ്പ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്തിട്ടാണ് സാരി ഉടുക്കേണ്ടത്. ഉടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിരിക്കുക. സോറി, ഒരു കാര്യം മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാവാടയുടെ സൈഡ് സ്ലിറ്റ് വരുന്നത് റൈറ്റിലോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലെഫ്റ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വയ്ക്കുക. നമ്മൾ കറക്റ്റ് ഹൈറ്റ് അനുസരിച്ച് ആ ഒരു ലെവൽ അനുസരിച്ച് ചെയ്യണം കേട്ടോ. സാരി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ശരിയായിട്ട് അതിന് ശേഷം ഈ പുറത്ത് ഇവിടെ ഒരു കുത്തിയിട്ട് ശേഷം പിന്നെ ഇവിടെ കറക്റ്റ് ഹൈറ്റിൽ വേണം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ബാക്കിലേക്ക് അതുപോലെ ഒരു പ്രാവശ്യം ബാക്കിലോട്ടും ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക, ചുറ്റിയെടുക്കുക. വാക്കുകൾ വരുന്നില്ല, ചുറ്റിയെടുക്കുക. അപ്പോൾ 2ാം പ്രാവശ്യം നമ്മളിത് ഇങ്ങോട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കവർ ചെയ്തെടുത്ത ഭാഗത്തിൽ വീണ്ടും അഗെയിൻ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്യുക. ശേഷം പിന്നെ നമുക്ക് പിന്നത്തെ വശം ടൈറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഡ്സ് പിടിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നത്തെ വശത്തേൽ കുറച്ചും ദൂരം ഇങ്ങനെ എടുക്കുക. മുന്താണിയുടെ ഭാഗത്ത് വരെ എടുക്കുക. ഇങ്ങനെ എടുക്കുക.
എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പല്ലുവിൻ്റെ ഭാഗം അതിങ്ങനെ ഇപ്പുറത്തോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്ലീറ്റ്സ് പിടിക്കാം. പ്ലീറ്റ്സ് പിടിക്കാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പ്ലീറ്റ്സ് പിടിക്കേണ്ട, വെറുതെ ഒരു പ്ലെയിൻ ആയിട്ട് ഇതിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ കുറച്ചിങ്ങനെ ആക്കി പിടിക്കും. ഇതൊന്നും പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലെ ചെയ്യാം. ആദ്യത്തെ ലെയർ മാത്രം നമ്മൾ എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഒരു ഭാഗം മാത്രം ഈ ഒരു രീതിയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എത്രത്തോളം നമുക്ക് എന്ത് വേണം, മുട്ടിൻ്റെ താഴെ നിൽക്കണോ അതോ മുട്ടിനേക്കാൾ ഇറങ്ങി നിൽക്കണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഈ ഒരു മുൻകാടിയുടെ പല്ലൊക്കെ എത്രത്തോളം നിൽക്കണം പ്ലീസ് കൊടുക്കണം. അതിൻ്റെ ആവശ്യം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആ ഒരു ഇറക്കം നിങ്ങൾ കറക്റ്റാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഈ ഇത്ര ഇറക്കം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇറക്കത്തിൽ ബാക്കി കൂടുതൽ പ്ലീസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു ഇറക്കത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് ഇതുപോലെ വെറുതെ ഇട്ട് വെച്ച ശേഷം എന്താ ചെയ്യുക, ഇതുപോലെ ആ ഹൈറ്റ് ഓക്കെ ആണോ നോക്കുക. ഇറക്കം മുട്ടിന് മുകളിൽ നിൽക്കണം, മുട്ടിന് ഒപ്പം നിൽക്കണം, മുട്ടിന് താഴെ നിൽക്കണം, അതൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം. പിന്നെ മുട്ടിന് താഴെ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി സാരിക്ക് ഭംഗി എന്നതൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ചിലത് കുറച്ച് ബ്ലീഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ഉള്ളിലേക്ക് തുണി വെച്ചിട്ട് കൂടുതൽ ബ്ലീഡ്സ് കിട്ടാൻ പറ്റാവുന്ന ഒരു ഐഡിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കി എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയിട്ട് അപ്പോൾ കൂടുതൽ സാരിക്ക് ഭംഗി വരും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കൊടുക്കാം. ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അതെന്താ ചെയ്യണേ, അപ്പോൾ ബ്ലീഡ്സ് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ നല്ല സാരി ഭംഗിയാവും ആ വീഡിയോയിൽ. പിന്നെ നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വയറ് കാണാതെ സാരി കിട്ടുന്ന ആഗ്രഹമുള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ബ്ലൗസിൻ്റെ ഹുക്കിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ട് നീക്കിയിട്ട് താഴെ ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ വയറിൻ്റെ ഭാഗം സൈഡ് കാണും കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ മാത്രം കുത്തി കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊണ്ടുവന്നിട്ട് താഴെ മുട്ടിന് വലത്തെ കാലിൻ്റെ ഭാഗത്തോട്ട് നിർത്തിയിട്ട് ഒന്ന് മുട്ടിട്ടാണ് ഒരു സൂചി കൊണ്ട് പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെ പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കാം. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പിൻ ചെയ്യാറില്ല. ഇവിടെ ഒന്ന് കുത്തി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അങ്ങനെ കുത്തി വെച്ച ശേഷം നമുക്ക് വേണ്ട അളവിൽ പ്ലീറ്റ്സ് പിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി റൈറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി ഉണ്ടായിരുന്നില്ലേ, ആ സൈഡിൽ കുറച്ച് ദൂരം നമുക്ക് മാറ്റിയിടേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സാരി നിൽക്കുന്ന ആ ഒരു ലെവൽ കുറച്ച് ദൂരം ഇങ്ങനെ നീക്കിയിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ രീതിയിൽ ഓക്കെ ഇങ്ങനെ നിർത്തി കുറച്ച് ദൂരമായിട്ട് ഞാൻ നീക്കിയിട്ടില്ലാണ്ട് ഇത്ര ദൂരം നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ്സ് പിടിക്കേണ്ടത്. അപ്പോഴാണ് പ്ലീറ്റ്സ് കൂടുതൽ ഭംഗി ഉണ്ടാവും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അത് ആ ഒരു ഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഇങ്ങനെ ചെറിയ രീതിയിൽ പ്ലീറ്റ്സ് എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സ് പിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ്സ് ജസ്റ്റ് എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആദ്യത്തെ ലെയർ നമ്മൾ കുറച്ചും കൂടി നീക്കിയെടുക്കാം. പിന്നത്തെ ലെയർ കുറച്ചൊരു പൊടിക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒരു ചെറിയൊരു ഡിഫറൻസ് വലിയതായിട്ടല്ല ആ ഒരു രീതിക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതായത് ഇങ്ങനെ വെച്ച് പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അങ്ങനെ രീതിയിൽ ചെയ്യുന്നത് മാത്രം. ഇതിനകത്ത് അധികം നിറയെടുക്കാനുള്ളതില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് നിറയെ കിട്ടുള്ളൂ കേട്ടോ. അതിനകത്ത് ഉള്ളിൽ നമ്മൾ ഒരു ക്ലോത്ത് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സെയിം കളർ മെറ്റീരിയൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, ഈ വീഡിയോയിൽ കൊടുക്കാട്ടോ. അപ്പോൾ അതുപോലെ ക്ലോത്ത് ഇതിൽ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി പ്ലീറ്റ്സ് കിട്ടുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് പ്ലീറ്റ്സേ കിട്ടുള്ളൂ. എന്നുവെച്ചാൽ അധികം ഇറക്കില്ല, മീറ്റർ കുറവാണ്. 5 മീറ്റർ 6 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എന്നിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് പിടിച്ച ശേഷം ഇവിടെ സൂചി കുത്തണം. നമ്മൾ പിൻ ചെയ്യണില്ല, പിൻ ചെയ്യാണ്ടാണ് സാരി ഉടുക്കാറ്, അതുകൊണ്ടാണ് നമ്മൾ പിൻ ചെയ്യാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് സാരി പ്ലീറ്റ്സ് കുത്തണേക്കാളും മുമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിൻ ചെയ്യുക. ആദ്യമൊക്കെ പ്ലീറ്റ്സ് ഇങ്ങനെ കുത്തുമ്പോൾ ഒക്കെ മിനിറ്റിൽ കുറേ സൂചി യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇവിടെ പിൻ ചെയ്യാം കേട്ടോ. കുറച്ച് ദൂരം ഇറക്കിയിട്ട് പിൻ ചെയ്യണം ഇവിടെ വെച്ചിട്ട്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലീറ്റ്സുകൾ എടുക്കുക, കുറച്ചൊരെണ്ണക്കം ഇങ്ങോട്ട് നീക്കാനെടുക്കും, ഒരെണ്ണക്കം ഇറക്കി അങ്ങനെ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് നിൽക്കണം കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് സ്റ്റെപ്പായിട്ട് നിൽക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉള്ളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ സൂചി കുത്തേണ്ടത്, പക്ഷേ ഞാനിത് പുറത്തുനിന്ന് കുത്തുന്നു കേട്ടോ. അതിങ്ങനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കുത്താൻ എളുപ്പമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കാണുന്ന രീതിയിൽ കുത്തണം കേട്ടോ.
നിങ്ങളത് ഉള്ളിലായിട്ടാണ് കുത്തേണ്ടത്, ഇവിടെ അല്ല കുത്തേണ്ടത്, സെറ്റ് ചെയ്ത് ഇപ്പുറത്താണ് കുത്തേണ്ടത് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞ എളുപ്പത്തിന് കാണിച്ചതിന് എളുപ്പത്തിന് വേണ്ടി ചെയ്താണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ സൈഡിലെ പ്ലീറ്റ്സുകൾ, ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന സൈഡിലെ പ്ലീറ്റ്സ് എടുക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അത് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ ഭാഗം നമ്മൾ അഴിക്കണം. നമ്മളിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ടൈറ്റ് ആക്കി വെച്ചാൽ അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ കുത്തിച്ച് കുറച്ച് അയച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ഈ ഒരു കൈ നമ്മുടെ വലത്തെ കൈ കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്യണം, പ്ലീറ്റ്സും പിടിക്കണം. അത് രണ്ടും നമ്മൾ തന്നെ ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എടുത്തു ഇല്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തു. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ തള്ളവരിലും നമ്മുടെ ചൂണ്ടാണിവരിലും വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ഓരോ പ്ലീറ്റ്സും നമ്മൾ ടൈറ്റ് ചെയ്യണം. അത് പിന്നെ വിടാൻ പാടില്ല. ടൈറ്റ് ചെയ്തിട്ട് ഒരു 3-4 പ്ലീറ്റ്സ്, 4 പ്ലീറ്റ്സ് വരെയൊക്കെ ആവണം. 3 പ്ലീറ്റ്സ് അല്ലെങ്കിൽ 4 പ്ലീറ്റ്സ്. അപ്പോൾ അതിന് കൂടുതലാകുമ്പോൾ ബോറാണ്. 3 പ്ലീറ്റ്സ് ഒക്കെ ആവാം. 1 2 ഓക്കെ 3 പ്ലീറ്റ്സ് എടുത്തിട്ട് പിന്നെ 4ാമത്തെ പ്ലീറ്റ്സും കൂടി എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇറക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതിനും കൂടി ഇറങ്ങിയിട്ട് എടുത്തിട്ട് ബാക്കി നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി. ഈ സാരിയിൽ കുറച്ച് ഒന്ന് വലിച്ചെടുത്തിട്ട് സെറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പ്ലീസും കൂടി ഞാൻ ഇടൂട്ടോ. പറ്റുന്നില്ലെങ്കിൽ അത് കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ട്. ഞാൻ ഇവിടെ ടൈറ്റ് ചെയ്ത ശേഷം കുറച്ചത് പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പ്ലീസ് ഇടും. ഇപ്പം ഞാനിത് ടൈറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം പ്ലീസ് എടുത്ത് വെച്ച ശേഷമാണ് ഈ റൈറ്റ് ഭാഗത്തിൽ ബാലൻസ് നിൽക്കുന്ന തുണികളെല്ലാം എടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ ഇതൊന്നും ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഉള്ളിലേക്ക് വെച്ചാൽ ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതിങ്ങനെ സിമ്പിളായിട്ട് കിട്ടും. ഇനി നമുക്ക് മുന്താണി പല്ലുണ്ടല്ലോ അതിനകത്താണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി മുന്താണിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്ലേസാണ് എടുക്കുന്നത്. ഫസ്റ്റ് പ്ലേസ് ഇതിങ്ങനെ ഈ ഒരു ലെയർ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനോട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇത്തിരി കുറച്ച് വലിപ്പം കൂടുതൽ എടുക്കണം കേട്ടോ ഫസ്റ്റ് പ്ലേസ്. അതിനുശേഷം പിന്നീടുള്ള പ്ലേസ് ഒത്തിരി വലിപ്പം കുറച്ചെടുക്കാം. വലിപ്പം കുറച്ച് കൂടുതൽ പ്ലേസിൻ്റെ എണ്ണം കിട്ടാവുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു പ്ലേസിന് ഒരു ഇടത്തരം വലിപ്പം കിട്ടണം. അത് ഫസ്റ്റ് പ്ലേസ് എടുത്തിരിക്കുന്ന അതേ രീതി തന്നെ ലാസ്റ്റ് പ്ലേസിന് വരണം. ആ ഒരു രീതി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്ലേസ് എത്ര രീതി കിട്ടുമോ ലാസ്റ്റ് പ്ലേസും അതേ രീതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ രീതി തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. അത് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ പിടിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. അതേപോലെ കുറച്ചും കൂടെ ഇവിടെ നീക്കിയിട്ടിട്ട് ഇത് പറ്റണ പോലെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഈ ഭാഗത്തുനിന്ന് പിന്നെ ചെയ്യുന്നത് ഈ കുറച്ച് ദൂരം നീക്കിയിട്ടിട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ ഫസ്റ്റ് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് വലിപ്പത്തിലെടുക്കുക. അതുപോലെ ലാസ്റ്റ് സെയിം വലിപ്പം തന്നെ എടുക്കണം. അപ്പോൾ എത്രത്തോളമാണ് നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ്സ് എടുത്തിരിക്കുന്നത് അതേ രീതി തന്നെ എടുക്കുന്നതാണ് കുറഞ്ഞൊരു ഭംഗി. അത് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് പ്ലീറ്റ്സിനെ കവർ ചെയ്ത് നിൽക്കണം. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഹാൻഡ് നമ്മൾ പൊന്തിച്ച് പിടിക്കണം. നമുക്ക് എത്ര പൊക്കത്തിൽ പിടിക്കാൻ പറ്റുമോ അതുപോലെ പൊന്തിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കത് അപ്പോൾ നമ്മളിവിടെ പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫൈനലൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ.